നമസ്കാരം. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാണ്. കേന്ദ്ര ത്രികോണ രാജയോഗം രൂപപ്പെടുന്നതിന് യോഗം കാണുന്നതാണ്. ശുക്രന്റെ രാശിമാറ്റത്തിന്റെ ഫലമായാണ് കേന്ദ്ര ത്രികോണ രാജയോഗം രൂപം കൊള്ളുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ചില മാറ്റങ്ങൾ, തുടക്കങ്ങൾക്ക് കാരണമായി തീരാവുന്നതാണ്. കാര്യങ്ങൾ പലതും അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ ശുക്രൻ ഈ രാജയോഗം വഴി നൽകുന്നതുമാണ്. സാമ്പത്തികപരമായും കർമ്മപരമായും നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ കടന്ന് വരുന്നതായ സമയമാണ്. അനുകൂലമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കാലാകാലങ്ങളിൽ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും. ഇതിന്റെ ഫലമായി ശുഭ അശുഭ യോഗങ്ങൾ രൂപം കൊള്ളുന്നതാണ്. ഇത്തരത്തിൽ രൂപം കൊണ്ടിരിക്കുന്നതായ ഈ രാജയോഗം, കേന്ദ്ര ത്രികോണ രാജയോഗം, നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും 3 രാശിക്കാർക്കാണ് സൗഭാഗ്യങ്ങൾ നൽകുക. കേന്ദ്ര ത്രികോണ രാജയോഗം വളരെയധികം ഗുണാനുഭവങ്ങൾ സമ്മാനിക്കുന്ന ആ രാശിക്കാരെ കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ കുബേരദേവനെ വന്ദിക്കുക. ഓം കുബേരായ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീർന്നിരിക്കുന്നതായ സമയമാണ്. കേന്ദ്ര ത്രികോണ രാജയോഗം ഗുണകരമായി ഭവിക്കുന്നു എന്നതാണ് വാസ്തവം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പലവിധ മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. കുംഭത്തിൽ 1-ാം ഭാവത്തിലാണ് കേന്ദ്ര ത്രികോണ രാജയോഗം രൂപം കൊണ്ടിരിക്കുന്നത്. ഈ രാജയോഗം നിങ്ങളിൽ പ്രധാനമായും നൽകുന്നത് ആത്മവിശ്വാസം തന്നെയാണ്. അതിനാൽ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്നതുമാണ്. ജീവിതത്തിലെ പല മേഖലകളിലും പുരോഗതി ദൃശ്യമാകുന്ന സമയമാണ്. പുരോഗതിക്ക് വഴി തെളിയിക്കുന്നതായ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രമോഷൻ, ശമ്പളം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയം കൂടിയാകുന്നു. ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. അതിനാൽ ദാമ്പത്യ ജീവിതം അനുകൂലമായി തീരാം. കൂടാതെ മറ്റ് തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കമാകുന്ന ഒരു സമയം കൂടിയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. പല കാര്യങ്ങളിലും ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ശുഭവാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ചില വ്യക്തികൾ മൂലം ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. അത് പ്രധാനമായും കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും തീർക്കുവാൻ, സമയം നീട്ടിക്കിട്ടുവാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. പല വ്യക്തികളിൽ നിന്നും പ്രതീക്ഷിച്ചതായ സഹായമോ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ചില സഹായങ്ങളോ വന്നു ചേരുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാകുന്നു. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകേരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ത്രികോണ രാജയോഗം പല വിധത്തിലും അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് നൽകുക. സാമ്പത്തികപരമായ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീർന്നു എന്ന് വരാം. സാമ്പത്തിക കാര്യങ്ങളിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മാറ്റങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പിന്തുടരുന്നതായ നിർഭാഗ്യം ഒരു പരിധിവരെയെങ്കിലും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ആരോഗ്യ കാര്യത്തിലും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യങ്ങൾ കടന്നു വരാം.
വരുമാന സ്രോതസ് ഇരട്ടിയാകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. പല കോണിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം തേടിയെത്തുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും കൈപ്പിടിയിൽ ഒതുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീർന്നു എന്ന് വരാം. അത്ഭുതപ്പെടുത്തുന്നതായ രീതിയിൽ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങളിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങൾ വന്നു ചേരാം. ചില മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രകടമാകുന്ന സാഹചര്യങ്ങൾ, ആ മാറ്റങ്ങൾ വളരെ അനുകൂലമായ മാറ്റങ്ങളാക്കാം. അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം നിങ്ങൾ ചിന്തിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. സാമ്പത്തികം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. സ്വാധീനം പല കാര്യങ്ങളിലും ചെലുത്തുവാൻ സാധിക്കുന്നതായ സമയമാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. നിങ്ങൾക്ക് ഗുണകരമായ ചില മാറ്റങ്ങൾ കൊണ്ടുവരുവാനും ധനപരമായ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഈ സമയം വന്നു ചേർന്നിരിക്കുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാകുന്നു. മറ്റൊരു രാശി മിഥുനം രാശിയാണ്. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാരാകുന്നു. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരിൽ രൂപപ്പെട്ടിരിക്കുന്നതായ കേന്ദ്ര ത്രികോണ രാജയോഗം പല കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾക്ക് കാരണമായി തീരും. പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ജീവിതത്തിൽ ഉയർച്ചയും സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളും വന്നു ചേരും. ഭാഗ്യത്തിന്റെ പിന്തുണ പല കാര്യങ്ങളിലും നേടിയെടുക്കുവാൻ സാധിക്കും. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അത് ധനപരമായ നേട്ടങ്ങളിലേക്ക് പോലും വഴി ഒരുക്കാവുന്നതുമാണ്. പല കാര്യങ്ങളിലും സഹായങ്ങൾ, പലരുടെയും പിന്തുണ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ആ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം. പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ കടന്നു വരാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. കൂടാതെ ബിസിനസ് പരമായ കാര്യങ്ങൾ, ബിസിനസ് പരമായ ആവശ്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് നിറവേറ്റുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടി നേട്ടങ്ങളോ അവസരങ്ങളോ, അത് തൊഴിൽപരമായാണ് എങ്കിലും ബിസിനസ് പരമാണ് എങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ്. മുടങ്ങിക്കിടക്കുന്നതായ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള ശ്രമങ്ങൾ വിജയം കാണാം. പല വിധത്തിലും സ്വാധീനം ചെലുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ അനുഭവിച്ച് പോന്നിരുന്നതായ വിഷമതകൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ചില വ്യക്തികൾ മൂലം ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ വിഷമതകളെ തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. പ്രതീക്ഷിക്കാതെ സന്തോഷം നിമിഷങ്ങൾ, സന്തോഷകരമായ വാർത്തകൾ ജീവിതത്തിലേക്ക് തേടിയെത്തുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു.